ചുരുക്കത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം മര്യാദകളോടെയാവണം. ഒരാൾ നിസ്കരിക്കുകയാണെങ്കിലും മര്യാദ പാലിച്ച് നിസ്കരിക്കണം. എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ മതിയോ? പോരാ. അപ്പൊ നിസ്കാരത്തിൽ എങ്ങനെ നിസ്കരിക്കണം, നിസ്കാരത്തിൽ എന്തൊക്കെ ചെല്ലണം നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നുണ്ടില്ലേ? നെയ്യത്ത് വെച്ച് നമ്മളിങ്ങനെ കൈ കെട്ടാൻ വേണ്ടി തക്ബീർ ചൊല്ലുന്നു, അല്ലാഹു അക്ബർ. അതിന് മര്യാദ ഇങ്ങനെ ഉയർത്തണം, അല്ലാഹു അക്ബർ. അങ്ങനെ പറ്റൂല, അതല്ല അതിന്റെ മര്യാദ. പിന്നെയോ ചുമലുകൾക്ക് നേരെ, ചെവിക്കുറ്റിക്ക് നേരെ തള്ളകൾ ഉയർത്തണം, അല്ലാഹു അക്ബർ. നീ കൈ വെക്കുന്നതിന് മര്യാദ ഉണ്ട്. കൈ അങ്ങനെ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. നമ്മൾ നെഞ്ചിന്റെയും പൊക്കളിന്റെയും ഇടയിൽ വെക്കണം. നിസ്കരിക്കുമ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റൂല, സംസാരിക്കാൻ പറ്റൂല. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോ പോക്കറ്റിൽ കടലമണി മിഠായി ഉണ്ടായിരുന്നു. നിസ്കരിക്കുമ്പോ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു മിഠായി കഴിക്കാൻ പറ്റൂല. നിസ്കാരം പതിനാകും. പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായോ? ഏത് സന്ദർഭത്തിലും ഏത് ദിവസങ്ങളിലും മരണം വരെ മര്യാദകളോടെയാവണം ജീവിക്കേണ്ടത്. ഇനി മുടി വെട്ടുമ്പോൾ അതിന് മര്യാദ ഉണ്ട്. പല കുട്ടികളുടെയും തലമുടി എങ്ങനെയായിരിക്കും? നമ്മൾ നാളികേരം വെട്ടുന്നതാണ്, നമ്മൾ കടകളിൽ നാളികേരം വെട്ടും, ആ 3 ഭാഗം തന്നെ വെട്ടും അല്ലേ? നമ്മൾ കഴിക്കൂലേ? എന്നതുപോലെ ആയിരിക്കും ചില കുട്ടികളുടെ തല. നീ വെട്ടിയ മാതിരി അല്ലെങ്കിൽ പറയും അങ്ങനെ വെട്ടാറില്ലേ? നമ്മളെ കുട്ടികൾ നല്ല കുട്ടികളായതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്തത്. ചില കുട്ടികൾ ആ കുട്ടികള് പെണ്ണുങ്ങളെ പോലെ അത് മര്യാദയല്ല. ചിട്ടയോടുകൂടെ ജീവിക്കുന്ന ആള് കുടുംബം അങ്ങനെ ചെയ്യൂല. ചിട്ടയോടുകൂടെ മര്യാദ പാലിച്ച് ജീവിക്കുന്ന രക്ഷിതാക്കള് തന്റെ മക്കളുടെ മുടി കൃത്യമായി നല്ലതുപോലെ വെട്ടി ഒതുക്കി വെക്കും. ഇല്ലെങ്കിലോ ചില കുട്ടികളെ മുടി നീണ്ടിട്ടുണ്ടാവും, ചില കുട്ടികൾ അവിടെ വഴി വെട്ടിയിട്ടുണ്ടാവും, ചില കുട്ടികളെ മുടി തലമാണ് പോലെ വര. നിങ്ങൾ മീനെ വരയണം, മീനെ വരയണം. നിങ്ങൾ ചാള വാങ്ങി, അയില വാങ്ങി, അപ്പോ നന്നാക്കിയിട്ട് ഇങ്ങനെ വര വരക്കും, ഓരോ വര ഇങ്ങനെ വരക്കും. അങ്ങനെയാണ് വരക്കുന്നത്. അതിന്റെ മസാലകളും ഉപ്പും മുളകും അതൊക്കെ അതിന്റെ ഉള്ളിലും മാംസത്തിന്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും ഇങ്ങനെ വരയും. എന്നതുപോലെ ഇപ്പൊ കുട്ടികളുടെ തലമുടി വെട്ടുമ്പോ ഒരു വര വേണം, 2 വര ഇങ്ങനെ വെട്ടുണ്ടാവും. നമുക്കറിയില്ലല്ലോ, അത് വെട്ടാപ്പോൾ നമ്മൾ നല്ല കുട്ടികളായതുകൊണ്ടാണ് നിങ്ങൾ അറിയാത്തത്. ചില കുട്ടികൾ അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും നമ്മൾ മുടി വെട്ടാൻ പാടില്ല. മുടി വെട്ടുമ്പോ മര്യാദകളുണ്ട്. നമ്മൾ നിസ്കരിക്കാറില്ലേ? നിസ്കരിക്കുമ്പോൾ നമ്മൾ ഫാത്തിഹ ഓതാറില്ലേ? ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ദുആ എടുക്കാറുണ്ട്. എന്താ അറിയോ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം.